ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് നോക്കാം. മറ്റൊന്നുമല്ല, പക്കാവടയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് അളവിൽ കടലമാവ്, 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ചതച്ചതിന് നീരെടുത്തിട്ടുണ്ട്, ഉപ്പ്, മുളക് പൊടി, കായപ്പൊടി. അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് വിട്ടുപോയി പറയാനായിട്ട്, ഞാൻ പെരിഞ്ചീരകത്തിൽ, എല്ലാവരും ഇതിനകത്ത് പെരിഞ്ചീരകമല്ലേ ചേർക്കുന്നത്, ഞാൻ അതിന് പകരം നമ്മുടെ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്തെല്ലാം പെരിഞ്ചീരകം ഉണ്ടല്ലോ, അപ്പം നല്ലൊരു ഫ്ലേവറോടാണ്. അങ്ങനെ ഞാൻ കറി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. വെച്ചിരിക്കുന്ന ഈ പൊടിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ ആ ഒരു നീരുണ്ടല്ലോ, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 3 വെളുത്തുള്ളി ചതച്ച ആ ഒരു നീരാണ്. പിന്നെ ഞാൻ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് കുഴച്ചെടുക്കാം. ആദ്യം ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പാകം നോക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എല്ലാം കൂടെ മൊത്തത്തിൽ ആദ്യമേ എല്ലാം കൂടെ ഒഴിച്ച് കൊടുത്താൽ പിന്നെ അത് ലൂസായി പോകും. കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ മൊത്തം ഞാൻ എടുത്തത് 3/4 കപ്പ് വെള്ളമാണിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് ടൈറ്റും ആകണ്ട, എന്നാൽ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യണ്ട. എന്നിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ ഒരു പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്ക് അന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്നിങ്ങനെ പീച്ച് നോക്കിയതാണ്, നല്ല പെർഫെക്റ്റായിട്ടാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എണ്ണ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചൂടാവേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കാം.